ഇഡലി ഇഷ്ടം ഉണ്ടാക്കണ വീഡിയോ ആണ് അല്ലേ അമ്മ എന്ന് ചെയ്യണത്? നമ്മളെ നാട്ടിൽ മാത്രമേ കേട്ടോ ഇഡ്ഡലിക്ക് ഇഷ്ടം. ചിലയിടത്തൊന്നും സാമ്പാറ് ചട്നി അങ്ങനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മൾ ഇഷ്ടം കൂടി ഉണ്ടാക്കാറുണ്ട്. കണ്ടോ മാവ് കണ്ടോ? ചില പ്രത്യേകം പറയും ഇഷ്ടം വേണം കേട്ടോ. അതെ അത് കണ്ടോ മാവ് മുത്തശ്ശി അരച്ചതാണ്. ഇഡലി പൊന്നിയാണ് എടുക്കാറ്. പിന്നെ ഫസ്റ്റ് ക്വാളിറ്റി ഉഴുന്നാണ് എടുക്കാറ്. പിന്നെ കുറച്ച് ഉലുവേ പ്രത്യേക പുളി വരും. അതിനത്രയും ഉലുവ കൂട്ടണത്. പിന്നെ എന്തൊക്കെയാ ചേർക്കണമെന്ന് കണ്ടോളൂ. ഉരുളക്കിഴങ്ങുണ്ട്, പിന്നെ സവാള അരിഞ്ഞത്, തന്നെ വാസന വരുന്നു, ഇഞ്ചിയും പച്ചമുളകും. ഇതൊക്കെ കഴുകി നുറുക്കി റെഡിയാക്കി വെച്ചാണ്. ഇനി കുക്കറിൽ ഇത് ഒരു വിസിലടിച്ചാൽ മതി. അപ്പൊ ഞാൻ തട്ടിനൊക്കെ എണ്ണ വരട്ടെ. അമ്മ എണ്ണ വരട്ടിക്കൊള്ളിട്ട് ഇഡലി കഴിച്ചോളൂ. അപ്പോഴേക്കും ഞാന് പിന്നെ ഇഷ്ടൂന്റെ പരിപാടി നോക്കാം. ആ ചോപ്പ് ആ അതെ കുക്കറിലോട്ട് ഉണ്ടാക്കുക അല്ലേ എളുപ്പം? അതാണ് എളുപ്പം. ഇഡലിക്ക് ഇഷ്ടം നല്ല ടേസ്റ്റ് ആട്ടോ. ഇനി എല്ലാ കൂട്ടുകാരെ ഉണ്ടാക്കാത്തവരൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. അത് പൂളയും കൊണ്ട് അമ്മ ഇന്നലെ പൂളയും കൊണ്ട് ഉണ്ടാക്കിയില്ലേ? അതെപ്പോ രാത്രി കൊണ്ടുവന്നില്ലേ? അതെ, പക്ഷെ ഇഷ്ടം കിട്ടിയില്ല, പൂള മാത്രമേ കിട്ടിയുള്ളൂ. അതിന് ഇന്നലെ സാമ്പാർ ഉണ്ടായിരുന്നില്ലേ? നല്ല ആളാ മുത്തശ്ശി. പിന്നെ കഴിക്കണ്ടാവില്ല. പിന്നെ ഇവിടെ കുറച്ച് പോരല്ലോ, മുത്തശ്ശി കുറച്ച് എത്ര ഉണ്ടാക്കിയുള്ളൂ. എന്താന്ന് വെച്ചാ പൂളപ്പേരി ഉണ്ടാക്കിയില്ലേ അതിന്റെ ഒപ്പം അങ്ങനെ. അപ്പൊ അതാ കണ്ടോളൂ കേട്ടോ. അതിൽ മഞ്ഞപ്പൊടി ഒന്നും ചേർക്കണ്ടേ. ആ കഷ്ണമൊക്കെ കുറച്ച് വെളിച്ചെണ്ണ വെള്ളം ഒഴിക്കുക, എന്നിട്ട് ഉപ്പ് ഇടുക. മഞ്ഞപ്പൊടി ഒന്നും ചേർക്കരുത്. എന്നിട്ട് അത് വേവിക്കുക. ഒരു വിസിലടിച്ചാൽ മതി. അപ്പൊ ഇനി വെള്ളം ഒഴിക്കട്ടെ. ഇതിന് എവിടെ വെക്കണം? അമ്മ ഇവിടെ വെക്കാല്ലേ? ഞാൻ ഇഷ്ടപ്പെട്ടു വെക്കാം. ഇപ്പൊ എന്താ അറിയോ, വെള്ളം താന്നു കിണറ്റിലൊക്കെ വേനൽക്കാലാവുകൊണ്ടേ. അപ്പൊ കൊറേ നേരം വെള്ളം അടിച്ച് നിൽക്കണം. എന്താ ഞാൻ മറ്റേ കുളിമുറിക്കേ മോട്ടർ അടിച്ചിട്ട് കുളിമുറിക്കാണ്ട് പോകുമ്പോഴേക്ക് നിറഞ്ഞിട്ട് അതിന്റെ പെട്ടെന്ന് ഓടി. അല്ലെങ്കിൽ ആരെയും വിളിച്ച് പറയണം, അയ്യോ മോട്ടർ നിർത്തൂ, വെള്ളം പോണു. അപ്പൊ ഒന്നും പറയണ്ട. അപ്പൊ കുളി കഴിഞ്ഞാലും ടാങ്ക് അറിയില്ല. എല്ലാരും വീട്ടുകളിലത്തെ അവസ്ഥ അതൊക്കെ തന്നെ ആകൂലേ? വെള്ളം ഇല്ലാതെ എത്ര ആൾക്കാര് പോയല്ലേ? അതെ അതെ. നല്ല പഞ്ചായത്തിലൊക്കെ വെള്ളം കൊണ്ടിട്ട് തുടങ്ങിയിട്ട് ചിലയിടത്തൊക്കെ കുറേ ടാങ്കിൽ നിറച്ച് കൊണ്ടിരുന്ന് കാണാം. പാത്രം വെക്കാം, അടിയിൽ പാത്രം വെക്കാം. അമ്മയ്ക്ക് നല്ല ഇഷ്ടമാണ് ഈ ഇഡ്ഡലി പാത്രം. അതെ, എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും മുത്തശ്ശിയുടെ അടുത്തൊന്ന് എടുത്തിട്ട് വരും, കട എടുത്തിട്ട് വരും. അതെ, നല്ല സ്വാദാണ് ഇതിൽ ഇഡലി ഉണ്ടാക്കല്. അലുമിനിയത്തിന്റെ അല്ലെങ്കിൽ സ്റ്റീലിനേക്കാളും ഇഷ്ടം അലുമിനിയത്തിൽ ഉണ്ടാക്കണത് കേട്ടോ. നല്ല സ്വാദാണ്. ഇത് അടക്കില്ല, നമ്മളത് വലുത് അലുമിനിയം തന്നെയാണ്. അതെ, ക്യാൻസറിന്റെ അല്ലേ? ഇവിടെ സ്റ്റീലിന്റെ ഉണ്ടായില്ല, അത്ര ടേസ്റ്റ് ഇല്ല. പിന്നെ 103 ഇഡ്ഡലി എടുക്കാൻ പാത്രം ഉണ്ടാക്കി അമ്പലത്തേക്ക് കൊടുത്തു. അതെ, പണ്ട് നമുക്ക് എപ്പോഴും ഇഡലിയുടെ ഓർഡർ ഉണ്ടായിരുന്നേ, സ്വാമിമാരെ ഭിക്ഷയ്ക്ക് ഇതൊക്കെ. അപ്പൊ ഒന്നും ചെയ്യാൻ വയ്യ. അതെ, അതാവുമ്പോ 800, 1000 ഒക്കെ പറയും. അപ്പൊ അധികം ഉണ്ടാവാറുണ്ട് നമ്മുടെ കാലത്ത്. സാമ്പാറും ചട്നിയും ചിലർ സാമ്പാർ മാത്രം പറയും. അപ്പൊക്കെ നല്ല പണി എന്താ വെച്ചാ. പക്ഷെ എന്തായാലും വേഗം ആവാറുണ്ട് അല്ലേ അമ്മേ? അതെ അതെ. ആ ഒരു ട്രിപ്പിലും അധികം വൈകുന്നേരല്ലേ ഭിക്ഷയ്ക്ക്. അപ്പൊ പിന്നെ അതിനനുസരിച്ച് കുടിക്കലുകള് അങ്ങനെയൊക്കെ കല്യാണത്തിന്റെ തലേ ദിവസം കല്യാണത്തിന്റെ അന്നൊക്കെ ഉണ്ടാകുമ്പോ ഓർഡറുകൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ നിർത്തി വയ്യാറുണ്ട്. അത്യാവശ്യം എന്നാലും ചെറിയ രീതിയിലൊക്കെ ചെയ്യും കേട്ടോ. സദ്യയൊക്കെ നിർത്തി. നമ്മളിങ്ങനെ വെറുതെ ഇരുന്നാലും കേടാണേ. അതെ അതെ, പണിയെടുത്താലും പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തില്ലെങ്കിലേ പണിയെടുത്താലേ നമുക്ക് വയ്യ. ചെലപ്പോ ചൂടോണ്ടാണ് അധികം മടി. അപ്പൊ തലേണ മാത്രമേ കൊണ്ടുള്ളൂ. അപ്പൊ കൊറേ അയ്യോ ഇനി മേലുവേന തുടങ്ങിയാൽ പിന്നെ അത് കട്ടുമ്പോ പോയി കിടക്കും. അപ്പൊ ഇനി നാളികേരം എന്താ ചിരകി മിക്സിയില്. അമ്മോ, ഞാൻ 1:30 മണിയാകുമ്പോൾ സമയം അറിയും. ഇതൊന്ന് പോയി നോക്കി എത്രയായിരുന്നു. അപ്പൊ 1:30 ആയിട്ടുണ്ടാവും. അപ്പൊ ഇടയ്ക്ക് പ്രസാദ് ചോദിക്കും, അമ്മാവനെ ഇടയ്ക്ക് ചോദിക്കും, അമ്മ നേരം എത്രയായി? നേരപ്പോ 1:30 ആയിട്ടേ പറയും. അപ്പൊ ഞാൻ തലേണി കൊണ്ട് കാളിക്ക് വരും. പിന്നെ ഇനി കുറച്ചു നേരം അവിടെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ അത് റൂമിക്ക് പോകും. അങ്ങനെ വെടി പൊട്ടുന്നത് മാത്രം ഞാൻ അധികം കേൾക്കാറില്ല. 3:30 ഞാൻ പിന്നെ അറിയും. പിന്നെ കിടക്കില്ല. അതാണ് മുത്തശ്ശിയുടെ മെലിയലിന്റെ രഹസ്യം. അപ്പൊ നമ്മളിപ്പോ ഇന്നലെ സീമാസ് പോയപ്പോഴേ എത്ര ആൾക്കാരെ ചോദിച്ചാൽ മുത്തശ്ശി ക്ഷീണിക്കുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു മുത്തശ്ശിക്ക് ഉറക്കം വളരെ കുറവാണ്, ചൂടല്ലേ ഇപ്പൊ, പിന്നെ ഭക്ഷണം കഴിക്കലും കുറവാണ്.
ചൂടോടെ അധികം വെള്ളം അത്രയും കഴിക്കാനായിട്ടൊന്നും ഇല്ല കേട്ടോ. പിന്നെ വെള്ളമാണ് കൂടുതലും അല്ലേ? തണുത്ത വെള്ളം ഭക്ഷണം നേരത്തെ ഇപ്പോഴും കഴിക്കാറൊക്കെ ഉണ്ട്. എന്താണെന്ന് അറിയില്ല, തടി ഒന്നിപ്പോ ഒന്ന് ആരെങ്കിലുമൊക്കെ ഒന്ന് കാണണം അല്ലേ. പക്ഷെ എനിക്ക് കുഴപ്പമൊന്നും തോന്നില്ല, കാണുന്നവർക്കാണ് വിഷമം ഞാൻ തടി കുറഞ്ഞിട്ട്. അമ്മ പറയും എന്താ അങ്ങനെ ക്ഷീണിച്ചിങ്ങനെ മുത്തശ്ശി ആ നല്ല ക്ഷീണം വരികയാണേ. അത് ക്ഷീണിക്കുമ്പോ ഈ അരി പാലിന്റെ ഒപ്പം ആ പൊടി ഇട്ട് കഴിക്കാതെ പൊടി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോ ഇനി അത് വാങ്ങാം. ഹെൽത്ത് മിക്സ് അല്ലേ? നാളികേരം ചിരകിയത് ഒരു നാളികേരാട്ടോ എടുത്തത്. ഈ വെള്ളം ഒഴിച്ചിട്ട് നല്ല നൈസായി അരയണ്ട, കുറച്ച് തരി പോലെ വേണം. അപ്പം നമ്മൾ ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടോ. ഞങ്ങൾക്കത് ഇതിലേക്ക് തട്ടുകയായി ഉണ്ടോ, വേഗം ഇതിലൊന്നും അങ്ങനെ പറ്റി പിടിക്കില്ല അല്ലേ അമ്മേ? അതൊക്കെ അമ്മയുടെ സ്പെഷ്യൽ ആരായി വാങ്ങിയിട്ട് അറിയോ പാത്രം? ഇതിപ്പോ ഏകദേശം എത്രയുണ്ടാവും? 1 ഇയർ അല്ല 2 അല്ല, ഇത് കിട്ടാൻ കുറേ മുമ്പ് 5 ആയോ? അപ്പൊ ഇഡ്ഡലിയൊക്കെ എടുത്തിടുമ്പോഴേക്കേ ഞാൻ കരുവേപ്പിൻ്റെ ഇലയും കൊണ്ട് വരാം കേട്ടോ. ഓക്കെ. അതാ കരുവേപ്പിൻ്റെ ഇല കൊണ്ടുവന്നു, നല്ല ഫ്രഷാണ്. ഇഷ്ടം കണ്ടോളൂ എല്ലാവരും. ഇതാ കണ്ടോ ഒക്കെ റെഡിയായി. ഇനി നമ്മളത് ഉടച്ചതിന് ശേഷം നാളികേരം ചേർക്കും, കറിവേപ്പിലിടും, ഉപ്പ് ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ റെഡിയായി. ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. ഒരു വിസിലേ അടിച്ചിട്ടുള്ളൂ കുക്കറിൻ്റെ, ഒന്ന് മതി. അല്ലെങ്കിൽ ഉള്ളി നല്ലോണം ഉടഞ്ഞ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ കറിവേപ്പിൻ്റെ ഇല ഇടയായി. നല്ല ഇല അല്ലേ അമ്മ? അത് നല്ല വാസന. മുത്തശ്ശി കഴിച്ചോ? എന്താ കഴിക്കില്ല, മുത്തശ്ശിയുടെ അവിടെ നിന്ന് ഗോതമ്പറ ഉപ്മാവായിരുന്നു. അപ്പൊ നമുക്കും കുറച്ച് കൊണ്ടു തന്നിട്ടുണ്ട് കേട്ടോ. അമ്മായി കൊണ്ടുവന്നു, നല്ല സ്വാദുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ സ്പൂൺ ടേസ്റ്റ് കുറച്ച് ചെയ്തു. നാളികേരളത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ആക്ച്വലി കിച്ചടി ഉണ്ടാക്കാനുള്ള പ്ലാനായിരുന്നു. ചിലപ്പോൾ അധികം വേണ്ടിയില്ലല്ലോ വിചാരിച്ചിട്ട് രാത്രി എടുക്കാതെ വെച്ച് നാളികേരത്തെ ചിലപ്പോൾ കേടുവന്നാലും അമ്മ പറഞ്ഞത് കേട്ടോ. ഇല്ല. ഇന്ന് ആക്ച്വലി നമ്മള് അമ്മ പറഞ്ഞത് കേട്ടോ. ഞാനൊന്ന് പറയട്ടെ. ഇന്ന് ആക്ച്വലി നമ്മള് കിച്ചടി ഉണ്ടാക്കാനുള്ള പ്ലാൻ ആയിരുന്നു, പക്ഷെ പട്ടാണി വെള്ളത്തിലിട്ടില്ല. അതുകൊണ്ട് നേരം വഴിക്കില്ല. നമ്മള് നാളികേരം അരച്ചുകൂടെ ചേർക്കുക. നാളികേര പാലല്ല, ഇതിന് നാളികേര അരച്ചതാണ് ചേർക്കാറുള്ളത്. ഇത് എളുപ്പമാണ് ഉണ്ടാക്കാനേ. എന്താന്ന് വെച്ചാ ഉള്ളിയും കിഴങ്ങും ഇഞ്ചിയും പച്ചമുളകും ഒന്നിച്ച് വേവിക്കുക. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇടുക, മഞ്ഞപ്പൊടി ഇടാതെ വേവിക്കുക. ഒരു വിസിലടിക്കുക. ഒരു വിസിലടിച്ചതിന് ശേഷം കറിവേപ്പിൻ്റെ എല്ലാം ഇടുക. പിന്നെ നാളികേരം അരച്ചത് ചേർക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇഷ്ടു റെഡിയായി. അങ്ങനെ നമ്മളെ ഇഷ്ടം ഇവിടെ റെഡി. ഇത് നിങ്ങൾ ഇഡലിയുടെ കൂടെ ഒന്ന് കഴിച്ചു നോക്കൂട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, അച്ഛന് വേഗം കൊടുക്കുക. നേരം വൈകിയിരുന്നു. ഇതല്ലേ വെളിച്ചെണ്ണ? അതെ അതെ, ഒരു ഇഞ്ച് മുത്തശ്ശി ഒന്ന് തറച്ചോട്ടെ. കുറച്ച് ഇഷ്ടമൊക്കെ റെഡിയായി. കുറച്ച് വെളിച്ചെണ്ണയും കൂടി വെക്കണ്ടേ. എന്നിട്ട് അമ്മ ഒരു പാത്രത്തിൽ ഇങ്ങോട്ട് കൊടുന്നോളൂ കേട്ടോ. ഇഡലി പാത്രം പറ്റേ ഇവിടെ അച്ഛൻ വെയിറ്റ് ചെയ്തിരിക്കാൻ ഇഡലി കഴിക്കാൻ. ശർക്കര പൊട്ടോ? ശർക്കര കാപ്പിക്ക് പാത്രത്തിലേക്കൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ. പാത്രത്തിന്റെ പാത്രം തന്നെയത്. ഇതില് മതിയമ്മേ. ഇപ്പൊ അങ്ങനെ എടുക്കാം, നമുക്ക് വേറേക്ക് നീക്കാം. നല്ല ചൂടോടെ ഇഷ്ടമാണ്. ഇതാ ഇഡലി ചൂടാറിയാലും ഇഷ്ടം ചൂടാറില്ല. ഇഡലി ചൂടൊക്കെ ഉണ്ട് കുറച്ചൊക്കെ. അപ്പൊ ഇനിയിപ്പൊ അച്ഛൻ കഴിക്കുകയാണ്. കഴിക്കാൻ പോവാണ്. എങ്ങനെയുണ്ട് നോക്കി പറയൂ. അതെ, കുഴപ്പമുണ്ടാവില്ല, നല്ലതാവും, ഗംഭീരം. അപ്പൊ എന്നാ എല്ലാവരും കഴിച്ചോളൂ. എല്ലാരും കഴിക്കുകയായി. നമ്മളെ വീഡിയോ ഇത് വൈകുന്നേരം തരണം കേട്ടോ. ഓക്കെ. നമ്മളെ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇപ്പൊക്കെ ഉപ്മാവ് കഴിച്ചോണ്ട് വയറ്റില് കാണമ്മ. സ്ഥലമില്ല. അതെ അതെ, വീഡിയോ എത്രയുള്ളൂ പറയൂ. എത്രേ ഉള്ളൂ പറയൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. ബൈ.